ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ ഒരു അടിപൊളി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജ്യൂസ് അക്കാഡമി ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഫാർമസി മേഖലയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്, അതായത് എംഫാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇതാ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ന് വരും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഇതുവരെ നമുക്കറിയില്ല. എന്നാലും ഏകദേശം നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം എന്നാണ് നടന്നത്, അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്നാണ് എഫക്റ്റിൽ വന്നത്, അതിന്റെയൊക്കെ ഒരു ബേസിസിൽ ഏകദേശം നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചർച്ചാ വിഷയം. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മൾ ബിഫാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് അക്കാഡമിക്കലി ഗ്രോ ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ആണ് എംഫാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെ? അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്കറിയാം GPAT ക്വാളിഫൈ ചെയ്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരുണ്ട്. അതുപോലെ അതല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് എംഫാം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എംഫാമിന് കയറുന്ന ആൾക്കാരുണ്ടാവും, എംഫാം ഇപ്പൊ പാസ് ഔട്ട് ആവാൻ പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എംഫാം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫാർമസി ഫീൽഡിൽ തന്നെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി. അപ്പോ ഇതിന്റെ എക്സാം ഏകദേശം ഇതിന്റെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 2023 ഡിസംബർ 4 തീയതിയാണ് ഈ റാങ്ക് ലിസ്റ്റ് എഫക്റ്റിൽ വന്നത്. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാൻ പോകുന്നത് ഈ വരുന്ന 2026 ഡിസംബർ 4 അതായത് 3 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഒരു കാലാവധി വരുന്നത്. PSC ഒരു ജനറൽ ഒരു പ്രോഗ്രസ് അനുസരിച്ചിട്ട് 2023 വരികയാണെങ്കിൽ 2026 അത് എക്സ്പയർ ആവുക. സോ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഈ കഴിഞ്ഞ എക്സാമിന്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഒരു ഇമേജ് ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് എന്നാണ് എഫക്റ്റിൽ വന്നത്, 2023 ഡിസംബർ 4 തീയതിയാണ്. അതായത് 2026 ഡിസംബർ 4 ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. അങ്ങനെ എക്സ്പയർ ആവുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ എന്താണ്, അതിന് 6 മാസം മുന്നേ ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യണം. അതിനും 6 മാസം മുന്നേ ആയിട്ട് നമുക്കറിയാം നോർമലി എല്ലാ PSC എക്സാം, നമ്മൾ ഈ ഫാർമസിയുടെ തന്നെ നമുക്കറിയാം ഗ്രേഡ് 2 എക്സാംസ് ഉണ്ട്, അതുപോലെ ഡ്രഗ് ഇൻസ്പെക്ടർ ഉണ്ട്, ഡ്രഗ് അനലിസ്റ്റ് ഉണ്ട്. എല്ലാത്തിന്റെയും ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് 6 മാസം മുന്നേ എക്സാം, 6 മാസം മുന്നേ നോട്ടിഫിക്കേഷൻ. ആ ഒരു എക്സാമിന് 6 മാസം മുന്നെയാണ് നോട്ടിഫിക്കേഷൻ എങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങണ്ടേ ആ ഒരു ടൈമിനുള്ളിൽ. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇതുവരെ അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയത് 2025 ഫെബ്രുവരി 7 തീയതിയാണ്. ഇതുവരെ 19 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട്. ഏകദേശം ഒരു 19, 20, 30ഓളം ആൾക്കാർ ഉറപ്പായിട്ടും കയറി പോവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മേ ബി, ഉറപ്പല്ല, ഏകദേശം ഈ ഒരു ഇയർ എൻഡിങ്ങോട് കൂടിയോ അല്ലെങ്കിൽ വരുന്ന ഒരു ജനുവരി ഫെബ്രുവരി ടൈമിനുള്ളിലൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ജൂൺ ജൂലൈയോട് കൂടി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതും മൊത്തത്തിൽ കൃത്യമായിട്ടൊരു കണക്കല്ല പറയുന്നത്, ഏകദേശം ഒരു കണക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ കണ്ടല്ലേ, 2023 12 റാങ്ക് ലിസ്റ്റ് എഫക്റ്റിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഡിസംബറിൽ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയാണ്. ഓൾമോസ്റ്റ് 27 നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഒരു ടൈം, അല്ലെ? അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ. ഒരു മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. സോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, മാസ്റ്റേഴ്സ് ഇൻ ഫാർമസി, എംഫാം ഏത് സ്പെഷ്യലൈസേഷൻ ആയാലും എംഫാം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഏജ് ലിമിറ്റ് അവർ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുള്ളത് 24 to 41 ആണ്. അതായത് നമ്മുടെ ജനറൽ കാറ്റഗറിക്കാണ് ആ ഒരു ഏജ് ലിമിറ്റ് വരിക. അതുപോലെ നമ്മുടെ റിസർവേഷൻ OBC-ക്കാർക്കും SC/ST-ക്കാർക്കും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. 3 years ഫോർ OBC, SC/ST-ക്ക് ആണെങ്കിൽ 5 years റിലാക്സേഷൻ വരുന്നുണ്ട്. സോ പെട്ടെന്ന് ഓടിപ്പിടിച്ചു പോയിട്ട് എക്സാം എഴുതി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളിൽ നമ്മുടേതായ കുറച്ച് എലമെന്റ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് പ്രതീക്ഷ
പ്രതീക്ഷിച്ചിരിക്കാതെ അതിനു മുന്നേ നേരത്തെ പഠിച്ചു തുടങ്ങുക. നമ്മൾ ഏർലി ബേർഡ്സ് ആവാൻ ശ്രമിക്കുക. അപ്പൊ ആ ഒരു ടൈം അടുക്കുമ്പോൾ പോയി പഠിച്ചു തുടങ്ങി കംപ്ലീറ്റ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഒരു എക്സാം അല്ല. അത്രയും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ഉദ്ദേശിച്ചത്. സിലബസ് വൈസ് നോക്കുകയാണെങ്കിലും നമ്മുടെ ഗ്രേഡ് 2 അതുപോലെ നമുക്കറിയാം ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 നമ്മുടെ സിലബസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമുമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി. സോ നമ്മൾ പ്രിപ്പറേഷൻ കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഇൻഡിവിജ്വലി നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അല്ലാണ്ട് ഇപ്പോൾ വേറൊരാൾ പഠിച്ചു തുടങ്ങിയില്ല, നോട്ടിഫിക്കേഷൻ വരട്ടെ, കുറച്ച് കഴിയട്ടെ, അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ എക്സാംസ് ഒന്നും. അതുപോലെ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെയുള്ള അടിപൊളി പോസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അത്രത്തോളം പഠിത്തത്തിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. 2 ദിവസം പഠിച്ചു, 1 ദിവസം പഠിച്ചില്ല, 3-ാമത്തെ ദിവസം കുറച്ച് ഉഴപ്പി മടി പിടിച്ച് അങ്ങനെ ഒരിക്കലും ദയവേത് ചെയ്യരുത്. നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം മാക്സിമം പറ്റുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. അടുത്തത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. എത്രത്തോളം കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ we will be succeeded. ഓക്കെ, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം. കാരണം ആ ഒരു ഫാർമസി, അതായത് ഒരു എംഫാം കംപ്ലീറ്റ് ചെയ്ത ആളുടെ ചിലപ്പോ ചിലർക്ക് ഡ്രീം ആയിരിക്കത്തില്ല, എന്നാലും അത് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മൊമെന്റ് ഇസ് സോ എന്താ പറയാ, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ. ദാറ്റ് മീൻസ് എംഫാം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ ഏറ്റവും പുതിയ ബാച്ച് ഈ വരുന്ന ഒക്ടോബർ 2 വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേയും കൂടിയാണ് അല്ലെ. നമ്മുടെ നോളജ് ബേസ് ആണെങ്കിലും അല്ലാണ്ട് നമ്മുടെ എന്താ പറയാ നാഷണൽ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് October 2. സോ ന്യൂ ബാച്ച് വിൽ ബി സ്റ്റാർട്ടിങ് ഓൺ October 2. അപ്പോൾ ഈ ബാച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഇറ്റൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തൊക്കെയാണ് നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ്. നമുക്കറിയാം ആ ഒരു സിലബസ് നമ്മൾ എന്തുകൊണ്ടും കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു സിലബസിന്റെ ഏതു കോർണറിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലാണ്ട് സെലക്ടഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക് അങ്ങനെയില്ല, ഏത് പോർഷനിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്തതാണ് ആനിമേറ്റഡ് ക്ലാസ്സസ്. ചില കൺസെപ്റ്റ്സ് നമ്മൾ ആനിമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫീച്ചർ ഓഫ് ദിസ് കോഴ്സ്. അടുത്തത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്. നമുക്കറിയാം റെക്കോർഡഡ് ക്ലാസ് അല്ലാണ്ട് തന്നെ ഇപ്പൊ നമുക്ക് കറന്റ് കുറെ ബാച്ചസ് റണ്ണിങ് ആണ്. അതായത് ലോങ് ടേം LSGD അതുപോലെ കുറെ ബാച്ചസ് റണ്ണിങ് ആണ്. സോ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ഡിസ്കഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി ബാച്ചിലുള്ളവർക്കും നമ്മൾ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അനദർ തിങ് ഈസ് ദ റാങ്ക് ബൂസ്റ്റർ. അതൊരു മൈൻഡ് സ്ട്രൈക്കിംഗ് ഫീച്ചർ ആണ്. അതായത് 3000 rupees വർത്ത് വരുന്ന റാങ്ക് ബൂസ്റ്റർ പാക്ക്, മാക്സിമം 1000+, 2000+, എത്ര കൂടുതൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു 3000 rupees വർത്ത് വരുന്ന റാങ്ക് ബൂസ്റ്റർ പാക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പീരിയോഡിക് റിവിഷൻ, അത് നമ്മൾ സ്വന്തമായിട്ട് കൂടി എക്സാം എഴുതുന്ന ആൾക്കാരെ സ്വന്തമായിട്ട് കൂടി മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ റിവൈസ് ചെയ്യും, എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഡെയിലി ടെസ്റ്റ്. അതുപോലെ നമ്മൾ ടെസ്റ്റ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാതെ അത്രത്തോളം തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോ ഈ ബാച്ച് മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ കൂടി മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം, വീക്ക്ലി റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീക്ക്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പഠിച്ച് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ട്, പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വിൽ ബി ദർ. ആൻഡ് അടുത്ത ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ മെന്റർ സപ്പോർട്ട് ആണ്. നമുക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസോ സജഷൻസോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരു ലിസണർ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ മെന്റർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മെന്ററിനടുത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ഉണ്ടെങ്കിൽ മെന്ററിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അക്കാഡമിക്സ് റിലേറ്റഡ്. സോ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ മറക്കണ്ട, എംഫാം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ എത്തട്ടെ. അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.